എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 35 ശ്ലോകം 18, 19, 20, 21, 22 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. ആ യുഗളഗീതം, മനോഹരമായ യുഗളഗീതം തുടരുന്നു. ഓരോ ഗോപസ്ത്രീ എത്ര വിസ്തരിച്ചിട്ടാണ് അവരുടെ ഓരോരോ ഭാവനകളിൽ കണ്ടിട്ട് അവരുടെ ആ വിരഹത്തെ കുറിച്ച് അങ്ങനെ വർണ്ണിക്കുന്നത്. സഹിക്കാൻ പറ്റണില്ലേ അവർക്ക്. ഭഗവാന്റെ കാട്ടിലേക്ക് പോയിട്ട് വരുന്നവരെയുള്ള ആ സമയം വിരഹം. യശോദയോട് തന്നെ പറയുന്നു കണ്ണന്റെ ശൃംഗാര കടക്കണ്ണ് നോട്ടത്തിനെ പറ്റിയിട്ടൊക്കെ. അത്ര നിഷ്കളങ്കരാണ് അവര് അല്ലെ. നീ വളരെ ഭാഗ്യവതിയാണ് യശോദ. ഇത്രയും സുന്ദരനായിട്ടുള്ള ഇത്രയും ഗുണഗണങ്ങളെല്ലാം ഒരു മകനെ നിനക്ക് കിട്ടിയില്ലേ എന്നും പറയണ്ടേ യശോദയോട്. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. മണിധര കുജിതാഗണയൻ മാലയാ ദയിതഗന്ധ തുളസ്യാ പ്രണയിനോനുചരസ്യ കദാംസേ പ്രക്ഷിപൻ ഭുജം അഗായതയത്ര. അങ്ങനെ കാട്ടിൽ പോയിട്ട് പശുക്കളെയൊക്കെ മേച്ച് ആ ഗോപകുമാരന്മാരോട് കൂടി കളിച്ച് അസ്തമിക്കാറാവുമ്പോ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ആ വേണുഗാനം. അതിന് ആശ്ചര്യത്തെ പറ്റി പറയാ. ഒരു ഗോപസ്ത്രീ പറയാണ്, ഈ കാട്ടിലേക്ക് കൊണ്ടുപോണ ആ പശുക്കളുടെ എണ്ണവും ആ പശുക്കളൊക്കെ എവിടെയൊക്കെ സഞ്ചരിക്കണം, എല്ലാം മടങ്ങി വന്നിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ പശുക്കളുടെ കഴുത്തിൽ ഇങ്ങനെ മണി കെട്ടിയിടും. ദൂരെ പോയിട്ട് പുല്ല് തിന്നാൻ ചില പശുക്കള് മുമ്പേ ഇങ്ങനെ പോകും. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് വിളിച്ചു ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരന്റെ കഴുത്തിൽ കൈയിട്ട് മറ്റേ കൂട്ടുകാരന്റെ കൈ കൊണ്ട് ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ കൂട്ടുകാരന്റെ കവിളത്തിങ്ങനെ തന്റെ കവിളിങ്ങനെ ചേർത്ത് ഇങ്ങനെ നിൽക്കുന്നു ആ കണ്ണൻ. അതിങ്ങനെ ഭാവലയിലും കാണുകയാണ് ഈ ഗോപസ്ത്രീ. അപ്പോഴോ ആ കഴുത്തിലിങ്ങനെ നല്ല സുഗന്ധമുള്ള ആ തുളസിമാല ധരിച്ചിട്ടുണ്ട്. ആ തുളസിയുടെ ദിവ്യഗന്ധം ഇങ്ങനെ എവിടുന്നാ വരണേന്ന് വിചാരിച്ച് വണ്ടുകള് പറന്ന് ഇങ്ങനെ വന്നിട്ട് അപ്പൊ അവരിങ്ങനെ മുരണ്ട് കൊണ്ട് ആ തുളസിമാലയുടെ ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ പറക്കും. ആ സമയത്ത് ആ മണികളൊക്കെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് ആ കണ്ണനിങ്ങനെ വേണുഗാനം ചെയ്യുന്നു. അപ്പൊ അതിങ്ങനെ ഭാവനയിൽ ഇങ്ങനെ കാണുകയാണ് ഈ ഗോപശ്രീ. ഇതാ ബാക്കി ഭാഗം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ക്വണിത വേണുരവ വഞ്ചിത ചിത്താ കൃഷ്ണമന്വസത കൃഷ്ണഗൃഹിണ്യ ഗുണഗണാർണമനുഗത്യ ഹരിണ്യോ ഗോപികായിവ വിമുക്തഗൃഹാശ. അപ്പോ വേണുഗാനം കേട്ടിങ്ങനെ മോഹിച്ച ആ മാൻപേടകള് തന്റെ ഭർത്താക്കന്മാരായിട്ടുള്ള കൃഷ്ണസാരങ്ങളേത്, അതായത് ആൺമാനുകളെയൊക്കെ ഒക്കെ മറക്കുന്നു. ഭക്ഷണ സാധനങ്ങൾ മറക്കണു. ഇളമ്പുല്ല് ചവച്ചോണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അതെല്ലാം അങ്ങനെ മറന്ന് പതിപുത്രാദികളെയും ഗൃഹഭരണകാര്യങ്ങളെയും ഉപേക്ഷിച്ച ഗോപികമാരെന്ന പോലെ അവര് നിൽക്കണു എന്നാ പറയണത് ആ മാൻപേടകള്. അപ്പൊ അവരെ ഗോപസ്ത്രീകളായിട്ട് ഉപമിച്ചിരിക്കുക. അവരെങ്ങനെയാണ് സകലതും മറന്നത്, ഭഗവാനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണത്. അതുപോലെ ആ മാൻപേടകളും അതിന്റെ മാനയും കുട്ടികളെയും ഒക്കെ മറന്നു. ഭക്ഷണം പോലും കഴിക്കാൻ മറന്നു. പുല്ലിങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ ചവച്ചോണ്ടിരിക്കായിരുന്നു. ആ സമയത്താണ് വേണുഗാനം കേട്ടത്. അവരത് അങ്ങനെ തന്നെ വായിൽ വെച്ച് ആ കണ്ണ് അവരുടെ നീണ്ടിടം പെട്ട ആ മിഴികൾ അങ്ങനെയല്ലേ മാനുകളുടെ, അതിങ്ങനെ മുഴുവൻ അങ്ങോട്ട് തുറന്ന് ചെവി ഇങ്ങനെ വട്ടം പിടിച്ച് ഭഗവാനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. എന്തൊരു ഭാഗ്യ ആ മാൻവേടകൾക്ക്. നമ്മൾക്ക് എന്താ ഇവിടെ ഒന്നും കാണാൻ സാധിക്കണില്ലല്ലോ എന്നാണ് അവര് പറയണത്. ആ ഗോപികമാരെന്ന പോലെ മാധുര്യാദി ഗുണങ്ങളുടെ സമുദ്രമായിരിക്കുന്ന ഭഗവാനെ പറ്റി പറയാണ്. ആ ശ്രീകൃഷ്ണന്റെ സന്നിധാനത്തിൽ വന്ന് അവരുടെ അസഹജമായ ചാവല്യത്തേക്ക് ഉപേക്ഷിച്ച് ആദരത്തോടെ 4 ഭാഗത്ത് നിന്നും എല്ലാ മാൻപേടകളും ഭഗവാനെങ്ങനെ വട്ടത്തിലിങ്ങനെ നിന്ന് അതിങ്ങനെ ശ്രവിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ വേണുഗാനം. മൃഗങ്ങൾ കൂടി തങ്ങളെ തന്നെ മറന്ന്
സമീപത്തിൽ വന്ന് നിന്ന് കേൾക്കത്തക്ക വിധം മാധുര്യമേറിയ, അത്രയും മാധുര്യമേറിയ ആ വേണുഗാനം ചെയ്യുന്ന ആ ശ്രീകൃഷ്ണന്റെ വിയോഗ ദുഃഖത്തെ നമ്മൾ എങ്ങനെ സഹിക്കണം? ആ മൃഗങ്ങൾ പോലും അവരനങ്ങാതെ ഇങ്ങനെ നിന്ന് എല്ലാം മറന്നു കേട്ടോണ്ട് നിൽക്കണം. പിന്നെ നമ്മളെങ്ങനെ അത് സഹിക്കണേ അല്ലേ സഖി? അതാണ് ആ വേണുഗാന ശ്രവണ നിമിത്തം മാൻപേടകൾ കൂടി ശ്രീകൃഷ്ണ ഗൃഹിണികളായി തീർന്നിരിക്കുന്നു എന്ന്. ശ്രീകൃഷ്ണന്റെ ഗൃഹിണികളെ പോലെ. അതാ അവരുടെ ആ ഒരു നർമ്മം അല്ലെ ആ ഗോപസ്ത്രീയുടെ. അതാണ് കൃഷ്ണഗൃഹിണ്യ എന്ന വിശേഷം. ഇത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് ആ സഖി. വേറൊരു ഗോപസ്ത്രീ പറയുന്നു, കളികളൊക്കെ കഴിഞ്ഞിട്ട് ഗോപന്മാരോടും പശുക്കളോടും കൂടിയിട്ട് അങ്ങോട്ട് എല്ലാവരും കൂടി യമുനയിൽ ഇറങ്ങിയിട്ട് ഒരു കുളിയുണ്ട് കണ്ണന്റെ. അതിനെ പറ്റി വർണ്ണിക്കുന്നത്. കുന്ദദാമകൃത കൗതുക വേഷോ ഗോപഗോധനവൃതോ യമുനായാം നന്ദസൂനു അനഘേ തവ വത്സോ നർമ്മദ പ്രണയിനാം വിജകാര. യശോദമ്മോട് പറയാണ്, നീ ഭാഗ്യവതിയാണ്. നിന്റെ പുണ്യവിശേഷം കൊണ്ടാണ്, ഇത്രയും പുണ്യം നീ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നിനക്ക് ഇത്രയും സുഭകനായ ഒരു പുത്രനെ ലഭിച്ചത്. അങ്ങനെ വൃന്ദാവനത്തിലെ ഗംഭീര കളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് വൈകുന്നേരം ക്ഷീണിച്ച് ശരീരത്തിൽ മുഴുവൻ പൊടിയല്ലേ കണ്ണന്റെ. അങ്ങനെ എല്ലാവരും കൂടി യമുന വെള്ളത്തിലൊരു കുളിയുണ്ട്. ആ പശുക്കളെ ആട്ടിക്കൊണ്ട് വന്നിട്ട് പശുക്കളെ അങ്ങോട്ട് കുളിപ്പിച്ച് കയറ്റി നിർത്തും. പിന്നെ അവരുടെ ഒരു കുളിയാണ്. ആ ഗോപന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിച്ചും ആ മുങ്ങാൻ കൂടിയിട്ടും നീന്തിയും അങ്ങനെ രസകരമായിട്ട് അങ്ങനെ ഒരു കുളി പറയണു. അതിനെ പറ്റിയിട്ട് ഒരു ഗോപസ്ത്രീ പറയാം, എന്റെ പുണ്യവതിയായ യശോദേ, നിന്റെ പുണ്യം കൊണ്ടാണ് ഇതുപോലെ എത്ര സുഭകനായിട്ടുള്ള ഒരു പുത്രനെ നിനക്ക് ലഭിച്ചത്. നമുക്ക് ഗോപികൾക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ കാട്ടിലിണെന്ന് വരുമ്പോ നല്ല മുല്ലപ്പൂക്കൾ കൊണ്ടുള്ള മാല കണ്ണൻ കഴുത്തിലിടുന്നത്. അങ്ങനെ ആ മാലയൊക്കെ സുന്ദരമായിട്ട് ധരിച്ച് ആ ഗോപന്മാരോടുകൂടി, ഉത്സാഹത്തിലുള്ള ഗോപന്മാരോട് കൂടിയിട്ട് അവരോട് തമാശ പറഞ്ഞും പശുക്കുട്ടികൾ ഇങ്ങനെ ചുറ്റും നടന്നിട്ടും അങ്ങനെ കൂടെ നടക്കുന്ന ചങ്ങാതികളെ ഇങ്ങനെ നർമ്മോക്തികൾ പറഞ്ഞ് ചിരിപ്പിച്ചും കൊണ്ട് നന്ദസൂനുവായ നിന്റെ പുത്രനെ ആ യമുനാജലത്തിലെ അങ്ങനെ ക്രീഡിച്ചു വരുമ്പോ എന്ന് പറയണു ബാക്കിയുള്ള ശ്ലോകത്തിൽ. മന്ദവായുരുപവാദ്യ അനുകൂലം മാനയൻ മലയജസ്പർശേന വന്ദിനസ്തം ഉപദേവഗണായേ വാദ്യഗീതവലിഭി പരിവവ്രു. അങ്ങനെ യമുനയിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറപ്പെടുമ്പോ ചന്ദനത്തിന്റെ സുഗന്ധമുള്ള എന്നാലോ ശീതളമായ ഇളംകാറ്റ് ആ കൃഷ്ണൻ സഞ്ചരിക്കുന്ന ദിക്കിലേക്ക് എങ്ങനെ വീശും. പിന്നെയോ സ്തുതിപാഠകരായിട്ടുള്ള ഗന്ധർവാദി ദേവഗണങ്ങളെ കൊട്ട് പാട്ട് പുഷ്പവർഷം മുതലായവ കൊണ്ട് ചുറ്റും നിന്നിങ്ങനെ സേവിക്കുന്നുണ്ടാവും. ഈ ഗന്ധർവന്മാരും ദേവന്മാരും ഒക്കെ ഭഗവാൻ എന്താണ് ചെയ്യണതെന്ന് ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാം. ഭഗവാന്റെ കുളി കഴിഞ്ഞ് അങ്ങോട്ട് കേറുമ്പോ അവരെല്ലാവരും വാദ്യഗീതങ്ങള് മുഴക്ക് പുഷ്പവൃഷ്ടി ചെയ്യുന്ന പറയണത്. അപ്പൊ എന്താ ഇത്ര വൈകണ കണ്ണൻ, എത്ര നേരായി, സന്ധ്യയായില്ലോ ഈശ്വര, കാണാനില്ലല്ലോ വിചാരിച്ച് ഖേദിക്കുന്ന ആ യശോദയെ ഗോപിമാരെ ആനന്ദിപ്പിക്കുക പറയണവര്. നിന്റെ പുത്രന്റെ വരവേ മഹാരാജാവിന്റെ എഴുന്നള്ളത്തിനത്തേക്കാൾ മനോഹരാണ്. കണ്ടോ, ഭൃത്യജനങ്ങൾ ആലവട്ടം വെഞ്ചാമരം രാജാവിന്റെ വീതൊക്കെ വീശണില്ലേ, അതിനേക്കാളും സുഖാണ് ഈ കണ്ണന്റെ വരവ്. നോക്കൂ, അകൃത്രിമമായിട്ടുള്ള ആനന്ദം വാസനയും. ആ വെഞ്ചാമരമൊന്നുമല്ല, മന്ദമാരുതൻ. ആ വെഞ്ചാമരത്തിന്റെ കാറ്റിനേക്കാളും സുഗന്ധപൂരിതമായിട്ടുള്ള അകൃത്രിമമായിട്ടുള്ള ആനന്ദം വാസനയും ശൈത്യമുള്ള മന്ദമാരുതൻ ശ്രീകൃഷ്ണന് നൽകണു. മഹാരാജാവിനേക്കാൾ ഭാഗ്യവാനല്ലേ യശോദേ നിന്റെ മകൻ. മഹാരാജാവിന്റെ ചുറ്റും സ്തുതിപാഠകന്മാര് നിന്ന് വിജയ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കും. അതിനേക്കാൾ മനോഹര രീതിയില് ഗന്ധർവാദി ദേവഗണങ്ങള് വാദ്യഗീത പുഷ്പവർഷാദികളാൽ നിന്റെ മകനെ സേവിക്കണു. കണ്ടോ യശോദേ? അതുകൊണ്ട് നിന്റെ പുത്രൻ ചക്രവർത്തിയേക്കാൾ മഹാഭാഗ്യവനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എഴുന്നള്ളത്ത നിമിത്താണേ വരാൻ താമസിക്കണത്. അതുകൊണ്ട് ഒട്ടും വ്യസനിക്കണ്ട.
എന്റെ ഭാഗ്യവതിയായ യശോദേ എന്ന് പറയണു അവര് യശോദമ്മോട്. വത്സലോ വ്രജഗവാം യദഗത്രോ വന്ദ്യമാന ചരണ പതിവൃത്തേ കൃഷ്ണഗോധനം ഉപോഹ്യ ദിനാന്തേ ഗീതവേണു അനുഗേഡിത കീർത്തി. അപ്പോഴേക്കിതാ അവര് കാണുന്നു ഭഗവാൻ ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. അത് കണ്ടപ്പോ അങ്ങോട്ട് ഗോപസ്ത്രീകളുടെ സന്തോഷം കൊണ്ട് പറയണ, കണ്ടോ ആ കണ്ണന്റെ കൂടെ നടക്കണ ആ പശുക്കളൊക്കെ എത്ര ഭാഗ്യവതികളല്ലോ, പരമധന്യകള്. നമ്മളോ ഈ വ്രജത്തിൽ ഇങ്ങനെ ഇട്ടടച്ചിരിക്കണ നമ്മള് ആ പശുക്കളെക്കാളും കഷ്ടല്ലേ നമ്മുടെ കാര്യം. നമുക്ക് ആ കണ്ണനെ ഇങ്ങനെ എപ്പോഴും കാണാൻ സാധിക്കണില്ലല്ലോ. പശുക്കൾ എന്തൊരു ഭാഗ്യവതികളല്ലേ സഖി. ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് വ്രജത്തിലിരിക്കുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാ? നമ്മുടെ കൃഷ്ണൻ. ആ കൃഷ്ണന് മാത്രാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. വേറെ ആരാ ഞങ്ങൾക്കുള്ളത് കൃഷ്ണനേക്കാളും? പറയണു, നമ്മൾക്ക് വരുന്ന സങ്കടങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ അവൻ ആ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കി പിടിച്ചു നിന്നത്. വഴിയിൽ കൂടെ വേഗത്തിലൊന്നും സഞ്ചരിക്കാൻ കൃഷ്ണന് സാധിക്കില്ല. അതെന്തുകൊണ്ടാ വെച്ചാലേ ലോക സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുതലായ പരമശ്രേഷ്ഠന്മാര് ഭഗവാന്റെ ആ പാദങ്ങൾ വന്ദിക്കാനായിട്ട് കൃഷ്ണനെ വഴിമധ്യത്തിൽ വളരെ താമസിപ്പിക്കുന്നു. പതുക്കെ നടന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ സാവധാനത്തില് നമ്മുടെ കൃഷ്ണൻ നടക്കുള്ളൂ. എല്ലാവർക്കും വന്ദിക്കണം ശ്രീകൃഷ്ണന്റെ പാദങ്ങള്. കണ്ടോ, ഇതാ സന്ധ്യയായപ്പോ പശുക്കളെയൊക്കെ മുഴുവൻ ഒരുമിച്ച് ചേർത്ത് വരണു. അവ കൂട്ടം വിട്ടു പോവാതിരിക്കാനായിട്ടേ ആ പശുക്കളുടെ സമീപത്ത് തന്നെ നിന്ന് വേണുഗാനം ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണന്റെ പിന്നാലെ നടക്കുന്ന ഗോപന്മാര് കൃഷ്ണന്റെ അസാമാന്യ ലീലാവിശേഷങ്ങളും പരാക്രമങ്ങളും ഒക്കെ കീർത്തിച്ചുകൊണ്ടിരിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.